Very good morning to all of you. Welcome back to Alpha Nurses Academy. അപ്പോൾ കുറെ പേരുടെയൊക്കെ DME ഇന്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ പേരുടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മെയിൻലി അവർ ചോദിച്ചത് മെഡിക്കൽ സർജിക്കൽ മെഡിസിൻ വാർഡ് റിലേറ്റഡ് ഏരിയ റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഈ പിന്നെ MLSP അങ്ങനെയുള്ള പിന്നെ CHC PHC ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അടുത്ത് പൊതുവെ ചോദിച്ചിരിക്കുന്നത് മെയിൻലി അബൌട്ട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. അപ്പോ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പോവുക. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ കുറച്ച് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അടങ്ങിയിട്ടുള്ള ഒരു PDF ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് തന്നെ ഞാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് കൂടുതലും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷോക്കിന്റെ മാനേജ്മെന്റ്, പിന്നെ ചില കാര്യങ്ങളുടെയൊക്കെ പാൻക്രിയാറ്റിക് ഡിസോർഡേഴ്സ്, പിന്നെ എന്താണ് ലോ പൊട്ടാസ്യം ഡയറ്റ് ഏതാണ്, ഹൈ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഡയറ്റ് ഏതാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ, CVA പറ്റിയിട്ട്, ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റിയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. ഓക്കെ, ഇതിൽ ഹൈപ്പർ ടെൻഷനിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പൊ ഹൈപ്പർ ടെൻഷന്റെ ഇക്വേഷൻ ഒക്കെ ഈ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബ്ലഡ് പ്രഷർ ഈസ് ഈക്വൽ ടു കാർഡിയാക് ഔട്ട്പുട്ട് ഇൻടു സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് അല്ലെ. ഇനി പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ ഹൈപ്പർ ടെൻഷൻ എപ്പോഴാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ ഐഡിയൽ BP എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളൊരു പേഷ്യന്റെ ഐഡിയൽ BP എത്രയാണ് പറയുന്നത്? 120/80. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഐഡിയൽ BP എന്ന് പറയുന്നത് 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അല്ല. നമ്മൾ നോർമൽ BP എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയുന്ന ഒരു BP ആണെന്ത് 120/80 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെങ്കിൽ ഇതൊരു ഐഡിയൽ BP അല്ല. ഈ BP ഉള്ള ആൾക്കാർക്ക് ഭാവിയിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഐഡിയൽ BP എന്ന് പറയുന്നത് 115 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 115/80 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്തോളാം. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നമ്മൾ പണ്ട് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആൽഫയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് 2017 ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ്. പക്ഷെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് 2025 ലാസ്റ്റില് ഈ ഡെഫിനിഷൻസ് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതില് വന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 2017 ക്ലാസിഫിക്കേഷൻ നമുക്ക് ആദ്യം നോക്കാം. 2000 ക്ലാസിഫിക്കേഷനിൽ 2025 17 ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ നോർമൽ BP പറഞ്ഞുകൊണ്ടിരുന്നത് ലെസ് ദാൻ 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആയിരുന്നു. ഓക്കെ, ഇനി ഇത് നോർമൽ BP ആണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും ഐഡിയൽ BPന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി എലവേറ്റഡ് BP അല്ലെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഞാൻ ചാർട്ട് ഉണ്ട്, ഇതിൽ നമുക്ക് നോക്കാം. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 120 ആണ്, ആൻഡ് ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് ലെസ് ദാൻ 80 ആണ്. നോർമൽ ഇതാണ് നോർമൽ. ഇനി അടുത്താണ് പ്രീ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എലവേറ്റഡ് BP എന്ന് പറയുന്നത് 120 to 129 ആയിരുന്നു, ആൻഡ് ലെസ് ദാൻ 80 ആയിരുന്നു. സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് 130 to 139 ആയിരുന്നു. ഡയസ്റ്റോളിക് BP ആണെന്നുണ്ടെങ്കിൽ 80 to 89 ആയിരുന്നു. സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് 140 ഓർ ഹയർ ആയിരുന്നു. ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് 90 ആയിരുന്നു. ഓക്കെ, 90 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നു. പിന്നെ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്നത് ഹയർ ദാൻ 180 ആയിരുന്നു. പിന്നെ ഡയസ്റ്റോളിക് BP ഹയർ ദാൻ മോർ ദാൻ 120 ആയിരുന്നു. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചാർട്ടാക്കിയിട്ട് ഇങ്ങനെ പഠിച്ചാലും മതി, ഒന്നിച്ച് പഠിക്കാം. 120/80. ഓക്കെ, നോർമൽ എന്ന് പറയുന്നത് 120/80. പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് 120 to 129 ലെസ് ദാൻ 80. ഓക്കെ, ഇങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ഇനി നമ്മൾ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ BP മോർ ദാൻ 180/110. ഓക്കെ, അപ്പൊ ഇതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഇത്രയുണ്ട്, BP നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇത്രയുണ്ട്. ഇനി അതിന്റെ കൂട്ടത്തില് നമുക്ക് ടാർജറ്റ് ഓർഗൻ ഡാമേജ് ഉള്ള ആൾക്കാരിൽ, ഈ ടാർജറ്റ് ഓർഗൻ ഡാമേജ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ?
മോർ ദാൻ 120 ആണ്, 110 അല്ല, മോർ ദാൻ 120. 180/120 മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്നല്ലേ. അപ്പോ അതിൽ ടാർജറ്റ് ഓർഗൻ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ ടാർജറ്റ് ഓർഗൻ ഡാമേജിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? ടാർജറ്റ് ഓർഗൻ ഡാമേജ് എന്ന് പറയുന്നത് 5 ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഓക്കെ, ഈ 5 ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാർട്ടിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ. ഹാർട്ടിൽ എന്ത് വരാം? ലെഫ്റ്റ് വെന്റിക്കുലർ ഡിസ്ട്രോഫി വരാം. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ബ്രെയിനിൽ. ബ്രെയിനിൽ എന്ത് വരാം? ബ്രെയിനിൽ ഹെമറാജിക് സ്ട്രോക്ക് വരും. ഹെമറാജിക് സ്ട്രോക്ക് വരും. തേർഡ് വൺ ഈസ് ഐസിൽ. ഓക്കെ, ഐസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെറ്റിനോപ്പതി വരിക. അതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ, ഭയങ്കര സിവിയർ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ്ലി അവരെന്ത് എഴുതും? ഫണ്ടോസ്കോപ്പി എഴുതും അല്ലെ. ഇനി അടുത്തതാണ് റീനൽ. റീനൽ ഇൻവോൾവ്മെന്റിൽ ഡിക്രീസ്ഡ് GFR വരും. ഓക്കെ, ദെൻ അയോട്ട. ഇനി അടുത്തതാണ് അയോട്ട. അയോട്ടയില് ഡിസെക്ഷൻ വരും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ടാർജറ്റ് ഓർഗൻ ഡാമേജ് എന്നുള്ള ആ ഒരു ടേമിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ദർ ഈസ് നോ ടാർജറ്റ് ഓർഗൻ ഡാമേജ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിച്ചു? നോ ടാർജറ്റ് ഓർഗൻ ഇൻവോൾവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു ഹൈപ്പർടെൻസീവ് അർജൻസി. ഓക്കെ, ആൻഡ് ഇഫ് ദർ ഈസ് എ ടാർജറ്റ് ഓർഗൻ ഇൻവോൾവ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഹൈപ്പർടെൻസീവ് എമർജൻസി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു പഴയ ക്ലാസിഫിക്കേഷന്. ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BP മോർ ദാൻ 180/120, ഡയസ്റ്റോളിക് മോർ ദാൻ 120യും സിസ്റ്റോളിക് മോർ ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. ഓക്കെ, ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ഇഫ് ദർ ഈസ് BP 3 ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 180/120 ആണ്, അതിൽ നോ ടാർജറ്റ് ഓർഗൻ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പർടെൻസീവ് അർജൻസി എന്ന് വിളിച്ചു. ഇഫ് ദർ ഇസ് എ ടാർജറ്റ് ഓർഗൻ ഡാമേജ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പർടെൻസീവ് എമർജൻസി എന്ന് വിളിച്ചു. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ 2025 ഗൈഡ് ലൈൻസിൽ ഈ ഒരു ടേം അവർ റിമൂവ് ചെയ്തു. ഓക്കെ, ഹൈപ്പർടെൻസീവ് അർജൻസി റിമൂവ് ചെയ്തു. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പൊതുവെ നമ്മൾ ഹൈപ്പർടെൻസീവ് അർജൻസിയിൽ പൊതുവെ എന്തായിരുന്നു ഉപയോഗിക്കുന്നത്? ഓറൽ ആന്റി ഹൈപ്പർടെൻസീവ്സ് ആയിരുന്നു ഉപയോഗിക്കുന്നത് അല്ലെ. അതേസമയം ഹൈപ്പർടെൻസീവ് എമർജൻസിയിൽ നമ്മൾ IV ആയിട്ടുള്ള ആന്റി ഹൈപ്പർടെൻഷൻ ലെമറ്റിലോൾ അല്ലെങ്കിൽ സോഡിയം നൈട്രോപ്രസൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോ ഇവര് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പർടെൻസീവ് അർജൻസി എന്ന് പറയുന്നത് മിസ്റ്റേക്കൻലി നമ്മൾ അല്ലെങ്കിൽ മിസ്ഡയഗ്നോസ് ചെയ്തിട്ട് ഹൈപ്പർടെൻസീവ് എമർജൻസി ആക്കാറുണ്ട്. അപ്പോൾ പിന്നെ കൂടുതലും IV ഡ്രഗ്സിന്റെ ഒരു അബ്യൂസ് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു അർജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടേം അവർ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അതിനുള്ള റാഷണൽ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ടെറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഗൈഡ് ലൈൻസ് കിട്ടും. ഓക്കെ, അപ്പോ എന്താണ് പുതിയ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നോർമൽ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇതാണ് 2025 ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. എലിവേറ്റഡും സെയിം തന്നെയാണ്. സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ സെയിം ആണ്, സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ സെയിം ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഹൈപ്പർടെൻസീവ് അർജൻസി എന്നുള്ളതിന് പകരം ഇവിടെ നമ്മൾ സിവിയർ ഹൈപ്പർ ടെൻഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിവിയർ ഹൈപ്പർ ടെൻഷന്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റോളിക് BP ഹയർ ദാൻ 180 ആൻഡ് ഡയസ്റ്റോളിക് BP ഹയർ ദാൻ 120 ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഹൈപ്പർടെൻസീവ് എമർജൻസിന്റെ ഡെഫിനിഷൻ ഇത് തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ എന്ത് പറയുന്നുണ്ട്? സിംറ്റംസും കൂടെ പറയുന്നുണ്ട്. ചെസ്റ്റ് പെയിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ബാക്ക് പെയിൻ, നംനെസ്, വീക്ക്നെസ്, ചേഞ്ചസ് ഇൻ വിഷൻ, ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഓഫ് ദി സിംറ്റംസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർടെൻസീവ് എമർജൻസി ആക്കിയിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ? ഇനി അടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2025 ആദ്യത്തെ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ BP മോണിറ്ററിങ്ങിനെ പറ്റിയിട്ട്. ഓക്കെ, BP മോണിറ്ററിംഗ് എന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് BP മോണിറ്ററിംഗ് എന്ന് പറയുന്നത്
മെത്തേഡ് ഓഫ് ബി പി മോണിറ്ററിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ ഓഫീസ് ബി പി. ഇൻ ഓഫീസ് ബി പി മോണിറ്ററിംഗ് ആൻഡ് ഔട്ട് ഓഫ് ഓഫീസ് മോണിറ്ററിംഗ്. ഔട്ട് ഓഫ് ഓഫീസ് ബി പി മോണിറ്ററിംഗ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ AHI ടേംസ് ഉപയോഗിച്ചത്. ഓക്കെ, ഇൻ ഓഫീസ് ബി പി മോണിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ബി പി മോണിറ്ററിംഗ് എന്നല്ല, അത് നമ്മുടെ ക്ലിനിക്സിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ നമ്മൾ ബി പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻ ഓഫീസ് ബി പി മോണിറ്ററിംഗ്. ഓക്കെ, ഇനി ഒരു പ്രൊഫഷണൽ അല്ല, നമ്മൾ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ബി പി നോക്കി തരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഔട്ട് ഓഫ് ഓഫീസ് ബി പി മോണിറ്ററിംഗ്. ചിലപ്പോൾ പേഷ്യന്റ് സെൽഫ് ആയിട്ട് നമുക്ക് ബി പി നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ പിന്നെ നമുക്ക് ബി പി നോക്കാൻ വേണ്ടിയിട്ട് 3 തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇതെന്താണ്? ഇത് നമ്മുടെ എന്താണ്? ഇതാണ് നമ്മുടെ പണ്ട് ABC എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ എന്ത് ക്ലാസിക്കലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്വിഗ്മോ മെർക്കുറി ബേസ്ഡ് സ്വിഗ്മോ മാനോമീറ്റർ അല്ലേ. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് ഇതും നമ്മൾ മെർക്കുറി തെർമോമീറ്റർ ഒന്നും നമ്മളിപ്പോ ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ടാണ്? മെർക്കുറി ഫ്രീ ആയിട്ടുള്ളത് അല്ലെ. മെർക്കുറിൻ ഒരു ടോക്സിക് കെമിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പൊ ഉപയോഗിക്കരുത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മെർക്കുറി തെർമോമീറ്റർ ഇപ്പൊ ഇല്ല. അതേപോലെ തന്നെ മെർക്കുറി ബേസ്ഡ് ആയിട്ടുള്ള സ്വിഗ്മോ മാനോമീറ്റർ ഇപ്പൊ ഇല്ല. പക്ഷെ ഇത് പല ഹോസ്പിറ്റൽസിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഈ ബി പി അപ്പാരറ്റസ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബി, ഇതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ബി പി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ബി പി ഇലക്ട്രോണിക് ബി പി അപ്പാരറ്റസ് ഇത് ആക്ച്വലി ഒരു ഓസിലേറ്ററി മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓസിലേറ്ററി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി പി കഫ് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലഡിൽ ഒരു എന്താ പറയുക ഒരു ഫ്ലോ, ഒരു ടർബുലന്റ് ഫ്ലോയിൽ ഒരു സ്റ്റോപ്പേജ് ഉണ്ടാവുന്നു. പിന്നെ അത് അഴിഞ്ഞു കഴിഞ്ഞിങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ കപ്പ് ലൂസ് ആകുന്ന സമയത്ത് ആ ഫ്ലോ തിരിച്ചു വരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. മറ്റേ നമ്മൾ മെർക്കുറി തെർമോമീറ്ററിലൊക്കെ നമ്മൾ മെയിൻലി ഓസ്കിലേറ്ററി മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ കൊറാസ്കോഫ് സൗണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. കോസാക്കോഫ് സൗണ്ട് അല്ലെ, കൊറാസ്കോഫ് സൗണ്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ചെയ്യാതെ. അതിൽ ടാപ്പിംഗ് സൗണ്ട് ഉണ്ട് അല്ലെ, മഫ്ലിംഗ് സൗണ്ട് ഉണ്ട് അല്ലെ, ഡിസപ്പിയറൻസ് ഓഫ് മഫ്ലിംഗ് സൗണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിലോ ഇതിൽ ഓസിലേറ്ററി മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓസിലേറ്ററി മെത്തേഡാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓസിലേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അത് നോട്ട് ഔട്ട് ചെയ്യുന്നത്. ഇനി ഈ സി ഡിവൈസിന് പറയുന്ന പേരെന്താണ്? ബി പി നോക്കുന്ന സി ഡിവൈസിന് പറയുന്ന പേരാണ് എന്താണ്? ഇതിന് നമ്മൾ എന്താ പറയുന്നത്? അനീറോയിഡ് ബി പി അപ്പാരറ്റസ് അല്ലേ. ഇതിന്റെ പേരാണ് അനീറോയിഡ് ബി പി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതും ഇന്നത്തെ കാലത്ത് ക്ലിനിക്സിൽ നമ്മൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് എന്ത് തന്നെയാണ്? ഇത് ഓസ്കൾട്ടേറ്ററി മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇതിന് നമുക്ക് എന്ത് വേണം? സ്റ്റെപ്പ് വേണം. ഇനി ഇൻ ഓഫീസ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ളത് ഏതായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ 3 ഡിവൈസുകളിൽ ഓഫീസുകളുടെ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽസിൽ ഏറ്റവും ബെസ്റ്റ്, ഒരു പ്രൊഫഷണൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മോണിറ്ററിംഗ് ഇവർ ഏതായിരിക്കും പറയുന്നുണ്ടാവുക? ഏതായിരിക്കും? അനീറോയിഡ് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനും അത് തന്നെയാണ് വിചാരിച്ചത്. കാരണം പലപ്പോഴും നമ്മൾ ഈ മെഷീനിൽ നോക്കി കഴിഞ്ഞാൽ തെറ്റാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പലപ്പോഴും നമ്മുടെ മോണിറ്ററിലൊക്കെ വരുന്ന ബി പിയും ചിലപ്പം പേഷ്യൻസിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. പക്ഷെങ്കിൽ ഇൻ ഓഫീസ് മോണിറ്ററിംഗിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, മോസ്റ്റ് റെക്കമെൻഡഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഈ സാധനമാണ്, ബി ആണ്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക് ബി പി അപ്പാരറ്റസ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോമാറ്റഡ് ബ്ലഡ് പ്രഷർ
മോണിറ്ററിംഗ് മെത്തഡ്. ഓക്കെ, അപ്പോ ഓഫീസ് ബ്ലഡ് പ്രഷർ മെഷർമെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിലെ ക്ലിനിക്സിലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബി പി എടുക്കുമ്പോൾ ദ പേഷ്യന്റ് ഷുഡ് അവോയ്ഡ് caffeine, exercise, and smoking for at least 30 minutes before measurement. Okay, and ensure the patient has emptied their bladder. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം, ഒ പിയിൽ അങ്ങനെ തിരക്കായിരിക്കും അല്ലെ, അതിന്റെ ഒരു ടെൻഷൻ വേറെ ഉണ്ടാവും. പിന്നെ ചിലപ്പം പേഷ്യന്റ് തൊട്ട് മുന്നേ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പം ക്യൂല് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ കാപ്പി കൊണ്ടുപോയി കൊടുത്തതായിരിക്കും അല്ലെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ സത്യത്തിൽ നമ്മൾ ഒരു ബാനറൊക്കെ എഴുതി ഒ പി ഡിന്റെ ഒക്കെ മുന്നിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഡോക്ടേഴ്സ് ആരെങ്കിലും പറയാറുണ്ടോ നിങ്ങൾ ഒരു 30 മിനിറ്റ് മുന്നേ കാപ്പി കുടിച്ചിട്ടുണ്ടോ അപ്പ, അല്ലെങ്കിൽ നിങ്ങൾ നടന്നാണോ വന്നത്, സ്റ്റെപ്പ് കയറിയാണോ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മൂത്രം ഒഴിച്ചിട്ടാണോ വന്നതൊക്കെ നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെങ്കിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യാനാണ്. അപ്പൊ ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ദ പേഷ്യന്റ് ഷുഡ് അവോയ്ഡ് കഫീൻ. കഫീൻ എന്ന് പറയുമ്പോൾ കോഫി കണ്ടന്റ് ഉള്ള സാധനങ്ങളൊക്കെ. പിന്നെ എക്സസൈസ്, അതേപോലെ തന്നെ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ വ്യായാമം ചെയ്യണമെന്നൊന്നുമില്ല, അവര് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു എക്സസൈസ് ആയി. ഓക്കെ, അപ്പം അതും പാടില്ല, സ്മോക്കിംഗ് പാടില്ല 30 മിനിറ്റ്സ് ബിഫോർ മെഷർമെന്റ്. അഥവാ ഇവർ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബി പി എടുക്കാനായിട്ട്. ഓക്കെ, അടുത്തതാണ് യൂസ് ബ്ലഡ് പ്രഷർ ഡിവൈസ് ദാറ്റ് ഹാസ് ബീൻ വാലിഡേറ്റഡ് ഫോർ അക്യുറസി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി പി അപ്പാരറ്റസ് എപ്പോഴും നമ്മൾ അക്യുറസി നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യണം. ചിലപ്പോൾ എന്ത് ചെയ്യണം, ചിലപ്പം റോങ് ആയിട്ടുള്ള മെഷർമെന്റ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു ഡിവൈസ് അവോയ്ഡ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് യൂസ് ദ കറക്റ്റ് സൈസ് ഓഫ് കഫ്. കറക്റ്റ് സൈസ് എന്താണ് കഫ്? ബി പി കഫിന്റെ കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബി പി കഫ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട്, അതിന് പറയുന്ന പേരെന്താണ്? ബി പി കഫിന്റെ ബ്ലാഡർ അല്ലെ, ബ്ലാഡറിന്റെ ഒരു ലെങ്ത്തും വിടുത്തും പറയുന്നുണ്ട്. അത് എത്രയായിരിക്കണം? അത് നമ്മളെ ആമിന്റെ 40% എന്തായിരിക്കണം? വിടുത്തായിരിക്കണം, വിടുത്ത് കവർ ചെയ്യണം. ആൻഡ് 80% എന്ത് കവർ ചെയ്യണം? ലെങ്ത് കവർ ചെയ്യണം. ഓക്കെ, അപ്പോ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കണം. വിഡ്ത്തും ലെങ്ത്തും തമ്മിൽ ഒരു 1:2 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കാവോ? ഓക്കെ, അപ്പോ ഇതാണ് ബി പി കഫിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കഫ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ പേഷ്യൻസ് ആം ഷുഡ് ബി സപ്പോർട്ടഡ് അറ്റ് ഹാർട്ട് ലെവൽ. ഹാവ് ദി പേഷ്യന്റ് റിലാക്സ് സിറ്റിംഗ് ഇൻ എ ചെയർ, ഫീറ്റ് ഓൺ ഫ്ലോർ, ലെഗ്സ് ആർ അൺക്രോസ്ഡ്. ഓക്കെ, കാൽമ കാല് കയറ്റി വെച്ചിട്ടൊന്നും നമ്മൾ എന്തെടുക്കാൻ പാടില്ല, ബി പി എടുക്കാൻ പാടില്ല. ആൻഡ് ബാക്ക് സപ്പോർട്ടഡ് ഫോർ മോർ ദാൻ 5 minutes of rest. Okay, then neither the patient nor the clinician should talk during the rest period or during the measurement. The patient should not be using their phone also. The blood pressure measurement should be taken in a temperature controlled room. Take 2 or more blood pressure measurement at least 1 minute apart. Average the readings and provide the patient their blood pressure readings both verbally and in writing. Okay, നമ്മൾ ബി പി എടുത്തിട്ട് വെറുതെ മിണ്ടാണ്ട് അതിൽ ഒ പി ഡി സ്റ്റെപ്പിൽ എഴുതി പോവുകയല്ല ചെയ്യേണ്ടത്. ആ പേഷ്യന്റ് അടുത്ത് നിങ്ങളുടെ ബി പി എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഓക്കെ, അതാണ് നമ്മുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഇൻ ഓഫീസ് മോണിറ്ററിംഗ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ഔട്ട് ഓഫ് ഓഫീസിൽ എങ്ങനെ മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഔട്ട് ഓഫ് ഓഫീസിൽ നമുക്ക് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആംബുലേറ്ററി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേ മോണിറ്റർ കൊണ്ടായിട്ട് വീട്ടിൽ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഔട്ട് ഓഫ് ഓഫീസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൂടെ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല സംഭവം. ഇത് ആക്ച്വലി വ്യത്യാസമുണ്ട്. ഓക്കെ, ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 24 hours ഒരാളുടെ ബി പി മോണിറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ 24 hours മോണിറ്ററിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പിന്നെ റീഡിംഗ് അങ്ങ് ഒഴിവാക്കും. എന്നിട്ടാണ് നമ്മൾ ബി പി റീഡിങ്ങുകൾ എടുക്കുന്നത്. എന്നിട്ട് ഈ സാധനമില്ല, ഈ മെഷീന് ഇങ്ങനെ ഒരു മെഷീനും കെട്ടിക്കൊണ്ടാ പോകാൻ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം GRBs നോക്കാനുള്ളതുണ്ട്, അതേപോലെ തന്നെ ECG നോക്കാനുള്ളതും ഉണ്ട് അല്ലെ. അൾട്ടർ മോണിറ്ററിംഗ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ 24 hours നമുക്ക് നോക്കാനായിട്ട് പറ്റും. ആൻജൈനൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ഇതിൽ ബി പി നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെക്കോർഡ്സ് എവറി 60 minutes അതേപോലെ തന്നെ റെക്കോർഡ്സ് എവറി 15 minutes. ഇത് എപ്പോഴാണ്? നമ്മൾ നൈറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലാണ് ഇത് നോക്കുന്നുണ്ടാവുക. ഡേ ടൈമിലാണെങ്കിൽ ഓരോ
15 to 30 BP എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആവറേജ് BP നമുക്ക് മനസ്സിലാവും. ഇനി ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രഷർ മോണിറ്ററിംഗിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇതിലും പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പ്രിപ്പറേഷനിൽ സ്മോക്കിംഗ്, കഫീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ്. പിന്നെ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ ഇനി സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഇതിൽ അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻസിൽ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെൻഷൻ ഇറ്റ് സെൽഫ് ഡിസീസ് അല്ലെ, വേറെ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ BP കൂടുതലാണ്. വേറെ നമുക്ക് ടാർഗറ്റ് ഓർഗൻ ഡിസ്ഫങ്ഷനോ റീനൽ ഡിസീസോ വേറെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. നമ്മൾ BP മാത്രം നോക്കിയപ്പോൾ പിന്നെ ചില ആൾക്കാർ അങ്ങനെ തന്നെ പറയും, എനിക്ക് വേറെ ഒരു അസുഖവും ഇല്ല, പക്ഷെ പ്രഷർ മാത്രം കൂടുതലെന്ന് പറയുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പറയും പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വേണ്ട BP അല്ല, അത് ആക്ച്വലി പ്രൈമറി ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് പറയുന്ന മറ്റൊരു പേരാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കാം ഇഡിയോപതിക് ഹൈപ്പർ ടെൻഷൻ. ഇഡിയോപതിക് ഹൈപ്പർ ടെൻഷൻ. കാരണം ഇതിന്റെ കോസ് ഒന്നും നമുക്ക് അറിയില്ല അല്ലെ. മോസ്റ്റ് കോമൺ കോസ് എന്തായിട്ടാണ് വരുന്നത്, ഇഡിയോപതിക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇഡിയോപതിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഹൈപ്പർ ടെൻഷന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചല്ലോ. വെൻ ഹൈപ്പർ ടെൻഷൻ ഇറ്റ് സെൽഫ് എ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാരണങ്ങളൊന്നുമില്ല, വേറെ അസുഖങ്ങളൊന്നുമില്ല, ഹൈപ്പർ ടെൻഷൻ മാത്രം ഒരു ഡിസീസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇതിന്റെ കോസ് എന്താണ്, ഇഡിയോപതിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് വെൻ ഹൈപ്പർ ടെൻഷൻ ഈസ് ഡ്യൂ ടു സം അതർ ഡിസീസസ്. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്നത് ഇപ്പം ചിലപ്പോൾ റീനൽ ഡിസീസ് ആവാം അല്ലെ, CKD ആവാം, അല്ലെങ്കിൽ ഗ്ലോബൽ നെഫ്രൈറ്റിസ് ആവാം, നെഫ്രോട്ടിക് സിൻഡ്രോം ആവാം. മെയിൻലി കിഡ്നി ഡിസീസ് ആണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. മോസ്റ്റ് കോമൺ കോസ് എന്താണ്, മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് റീനൽ ഡിസീസ് ആണ്. എന്തുകൊണ്ടാണ് റീനൽ ഡിസീസിൽ ഹൈപ്പർ ടെൻഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് വരാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും? വെരി ഗുഡ്. ഓക്കെ, നമുക്ക് കിഡ്നിയിൽ നമുക്ക് റാസ് എന്ന് പറയുന്ന ഒരു സംഭവം ലോങ് ടേം കൺട്രോൾ ആണ് ചെയ്യുന്നത്. ഷോർട്ട് ടേം കൺട്രോളിൽ നമ്മളെ ബാരോ റിസപ്റ്റർ, കീമോ റിസപ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതേസമയം ലോങ് ടേം കൺട്രോളിൽ വരുന്ന ഒരു സംഭവം ഉണ്ട്, അതാണ് റാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, ഈ സാധനം റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റം എന്നാണ് ഇതിന്റെ ഒരു പേര് വരുന്നത്. ഈ സാധനം രണ്ട് തരത്തിൽ ഇത് ആക്ടിവേറ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഡിക്രീസ്ഡ് വോളിയം, ഓക്കെ, ആൻഡ് ഡിക്രീസ്ഡ് ഫ്ലൂയിഡ് വോളിയം അല്ലെങ്കിൽ ബ്ലഡ് വോളിയം, അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഞാൻ ഡിക്രീസ് ഇൻ ദ BP. ഓക്കെ, BP കുറയുന്ന കാരണം അല്ലെങ്കിൽ അടുത്ത എന്താണ്, ഡിക്രീസ്ഡ് ബ്ലഡ് വോളിയം. ഓക്കെ, അപ്പൊ ഈ ഡിക്രീസ്ഡ് ബ്ലഡ് വോളിയം എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിലുള്ള ടോട്ടലി ഉള്ള വോളിയം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നല്ല നോക്കുന്നത്, ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് GFR വെച്ചിട്ടാണ്. ഓക്കെ, ഗ്ലോബൽ ഫിൽട്രേഷൻ റേറ്റ് വെച്ചിട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി ഡിസീസിൽ പൊതുവെ ബ്ലഡ് വോളിയം ഒക്കെ ചിലപ്പം അല്ലെങ്കിൽ ഫ്ലൂയിഡ് വോളിയം വളരെ കൂടുതലായിരിക്കും അല്ലെ. CKD പേഷ്യൻസിനൊക്കെ ഫ്ലൂയിഡ് ഓവർലോഡാണ് ഉണ്ടാവാറുള്ളത്. എന്നിട്ടും എന്താകും, ഈ GFR എന്തായിരിക്കും, അതില് GFR കുറവായിരിക്കും. ഓക്കെ, GFR കുറയുന്ന സമയത്ത് എന്ത് ഡിറ്റക്ട് ചെയ്യും, ഈ റാസ് ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെയും എന്ത് കൂട്ടും, നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ BP കൂടും. ഓക്കെ, BP കൂടുന്ന രണ്ട് തരത്തിൽ. ഇതിന്റെ മെക്കാനിസം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് പിന്നെ പുറപ്പെടുവിക്കുന്ന ആളാരാണ്, അത് ആൻജിയോടെൻസിനോജൻ ആണ് അല്ലെ. റെനിൻ അല്ല ആദ്യം വരുന്നത് ആരാണ്, ആൻജിയോടെൻസിനോജൻ ആണ് അല്ലെ. ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്നത് പിന്നെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലിവറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഈ ആൻജിയോടെൻസിനോജനെ എന്താക്കും, ആൻജിയോടെൻസിനോജൻ 1 ആക്കിയിട്ട് മാറ്റും. ആര്, റെനിൻ അല്ലെ. റെനിൻ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കിഡ്നിയിൽ നിന്ന്. ഓക്കെ, കിഡ്നിയിൽ നിന്ന് അല്ലെ. കിഡ്നിയിലെ എക്സ്ട്രാ ഗ്ലോമറുലർ സെൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഗൈസ്, റാസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ലിവറിൽ നിന്നൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ പേരാണ് ആൻജിയോടെൻസിനോജൻ. ഈ ആൻജിയോടെൻസിനോജനെ എന്താക്കിയിട്ട് മാറ്റും, ആൻജിയോടെൻസിൻ
1 ആക്കി മാറ്റും. ആര്? ആണ് റെനിൻ അല്ലെ. റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? കിഡ്നിയിൽ നിന്നാണ്. ഓക്കെ, കിഡ്നിയിലെ ജെക്സ്ട്രാ ഗ്ലോമറൽ സെൽസിലാണ്. ഇനി ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും അല്ലെ. ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും ആര്? അതാക്കി മാറ്റുന്നതാണ് നമ്മുടെ ആൻജിയോടെൻസിൻ. ആരാണ്? AC അല്ലെ. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഇതെവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതെവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലങ്സിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലങ്സിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പൊട്ടന്റ് വാസോ കൺസ്ട്രക്ടർ. ഓക്കെ, ഇതെന്താണ്? ഇറ്റ് ഇസ് എ പൊട്ടന്റ് വാസോ കൺസ്ട്രക്ടർ. ഇതുവഴി തന്നെ BP കൂടാം. ആൻഡ് രണ്ടാമത്തെ ഒരു ആക്ഷൻ ഉണ്ട്. ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് adrenal gland to produce എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ആൽഡോസ്റ്റെറോൺ. ആൽഡോസ്റ്റെറോൺ എന്ത് ചെയ്യും? ആൽഡോസ്റ്റെറോൺ എന്ന് പറയുന്നത് ഇത് മെയിൻലി വാസോ കൺസ്ട്രക്ഷൻ അല്ല ഇത് പൊതുവെ ചെയ്യുന്നത് സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. ഓക്കെ, റീഅബ്സോർപ്ഷൻ. സോഡിയത്തിനെയും വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ബ്ലഡ് വോളിയം കുറയുന്നതുകൊണ്ട്, GFR കുറയുന്നതുകൊണ്ട് ഈ സംഭവം ആക്ടിവേറ്റ് ചെയ്തിട്ട് സോഡിയം വാട്ടർ ഒക്കെ പിന്നെയും റീഅബ്സോർബ് ചെയ്യും, BP കൂടും. ഓക്കെ, ഇതാണ് എല്ലാ റിനൽ കണ്ടീഷൻസിലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ദാറ്റ് ഈസ് റിനൽ ഡിസീസ്. ക്ലിയർ? വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇഡിയോപ്പതി. ക്ലിയർ? ഇനി അടുത്തതാണ് റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷൻ. റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷൻ മീൻസ് ഹൈപ്പർ ടെൻഷൻ ദാറ്റ് ഷോസ് നോ റെസ്പോൺസ് വിത്ത് 3 or more ഡിഫറെന്റ് ക്ലാസ് ഓഫ് ആന്റി ഹൈപ്പർ ടെൻസീവ്. നമ്മൾ 3 അതിലധികമോ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടും BP കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെയാണ് നമ്മൾ റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാസിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറോതയാസൈഡ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, then next is about white coat hypertension. White coat hypertension എന്ന് വെച്ചാൽ എന്താണ്? white coat hypertension. white coat hypertension എന്ന് വെച്ച് കഴിഞ്ഞാൽ hypertension is due to medical professional visit. ഓക്കെ, ഒന്നുകിൽ ഫാർമസിസ്റ്റിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നേഴ്സിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ കൺസൾട്ടന്റ് ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്തൊക്കെ ആയിരിക്കും. ഇതിനെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ ഓഫീസ് BP നോക്കി. ഇൻ ഓഫീസ് BP നോക്കിയപ്പോൾ more than or equal to 130/80 ആണ്, ബട്ട് ലെസ് ദാൻ 160/100 ആണ്. ഇനി അതേസമയം ഔട്ട് ഓഫ് ഓഫീസ് നോക്കുന്ന സമയത്ത് അതെത്രയാണ്? ലെസ് ദാൻ 130/80 ആണ് കിട്ടുന്നത് ഓൾവേസ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ മിസ്റ്റേക്കല്ലി നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും റീഅഷുറൻസ് ആണ്. ഓക്കെ, റീഅഷുറൻസ് ആണ്. പക്ഷെ ചിലപ്പം ഇത്തരത്തിലുള്ള ഹൈപ്പർ ടെൻഷന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, അത് അങ്ങനെ ട്രീറ്റഡ് ആയിട്ടുള്ള വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ഡെഫിനിഷൻ ആണ്. ഇത് നേരെ തിരിച്ചു വരാം. അടുത്തൊരു ടൈമാണ് മാസ്ക്ഡ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, മാസ്ക്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരാം. ഓഫീസ് BP എന്ന് പറയുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും 130/80 കുറവായിരിക്കും. അതേസമയം ഔട്ട് ഓഫ് ഓഫീസ് BP ചിലപ്പം ഭാര്യന്റെയോ ഭർത്താവിന്റെയോ ഒക്കെ കഠിനമായ പീഡനം കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെ. അപ്പോൾ ഔട്ട് ഓഫ് ഓഫീസ് BP എന്ന് പറയുന്നത് more than 130/80 millimeter mercury ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് മാസ്ക്ഡ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇത് നേരെ റിവേഴ്സൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെർമിനോളജീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഇനി അടുത്തതാണ് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ. ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സിസ്റ്റോളിക് BP അങ്ങ് കയറിപ്പോ. ഡയസ്റ്റോളിക് BP എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ഇതില് നമ്മൾ പൾസ് പ്രഷർ ഒക്കെ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഓക്കെ വൈഡരിങ് ഓഫ് പൾസ് പ്രഷർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്താണ് സ്യൂഡോ ഹൈപ്പർ ടെൻഷൻ. സ്യൂഡോ ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു BP കൂടുതലില്ല, പകരം നമ്മൾ എടുക്കുന്ന കാൽസിഫൈഡ് വെസൽസ് കാരണം നമുക്കൊരു റോങ് BP കിട്ടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി
ഇനി അടുത്തതാണ് മാനേജ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. നമ്മൾ എലവേറ്റഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പണ്ടത്തെ ഡെഫിനിഷൻ, ഇതിന് 2017 മുന്നേ ഉള്ള ഡെഫിനിഷനിൽ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ മെയിൻലി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. ഓക്കെ, നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതാണ് മെയിൻ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഓക്കെ, അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ റിഡക്ഷൻ ഇൻ ബോഡി വെയിറ്റ്. ബോഡി വെയിറ്റ് കുറയ്ക്കും. ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റിഡക്ഷൻ ഇൻ ബോഡി വെയിറ്റ്. ഓക്കെ, അപ്പോ 1 kg കുറഞ്ഞു കഴിഞ്ഞാൽ 1 kg കുറയുകയാണെന്നുണ്ടെങ്കിൽ 1 mm കുറയുന്നതാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്ട്രെസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡയറ്റ്. ഓക്കെ, പെൻസിൽ ഒന്ന് സ്റ്റക്ക് ആയതാണ്. റിഡക്ഷൻ ഇൻ ബോഡി വെയിറ്റ് അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് അബൌട്ട് അവോയ്ഡ് ആൽക്കഹോൾ. അവോയ്ഡ് ആൽക്കഹോൾ. ഇനി അഥവാ നമുക്ക് നിർത്താൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഈസ് സ്റ്റോപ്പ് ആൽക്കഹോൾ ഓർ ലിമിറ്റ് ആൽക്കഹോൾ. ലിമിറ്റ് ആൽക്കഹോൾ less than or equal to 1 drink in women and less than or equal to 2 drink for men. ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ബെറ്റർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആൽക്കഹോൾ ഒഴിവാക്കുന്നതാണ്. ഇനി അഥവാ കുടി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു സുഖം ഡെയിലി കിട്ടേണ്ട ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ഡ്രിങ്കും, മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 2 ഡ്രിങ്കും ആണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കുടിച്ചാൽ ഇവർക്കൊക്കെ എവിടെയെങ്കിലും എത്തുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇപ്പം ഗ്ലാസ് ആണോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഗൈഡ് ലൈൻസ് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റിയത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് കഫീൻ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് കഫീൻ. ഇനി നമ്മള് ഈ ഡീകൺജസ്റ്റന്റ് ഉപയോഗിക്കുമല്ലോ, നമ്മള് സൈലമെറ്റസോളിൻ. ഇതൊക്കെ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓവർ യൂസ് ഒക്കെ നമുക്ക് BP ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഡീകൺജസ്റ്റന്റ് ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, ഇതൊക്കെ മെഡിസിൻസ്, NSAIDs, അതേപോലെ തന്നെ പാരാസിറ്റമോൾ ഒക്കെ തന്നെ ഈ BP കൂട്ടാനുള്ള ഒരു റിസ്ക് ആണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഡയറ്റ് മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ പ്രത്യേകം കൊടുക്കുന്ന ഒരു ഡയറ്റ് ആണ് എന്ത്? ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ ഫുൾ ഫോം? എന്താണ് ഇതിന്റെ ഫുൾ ഫോം? വെരി ഗുഡ്, ദാറ്റ് ഈസ് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഡയറ്ററി അപ്രോച്ചിങ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ ഫൈബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ മീലിലും ഓരോ പോർഷൻ ആക്കിയിട്ട് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിംപിളി ഇത്ര പഠിച്ചാൽ മതി. നമ്മളതിൽ ഓരോ പോർഷൻ ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൽ പ്രോട്ടീൻസ്, സെറിയൽസിൻ്റെത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ കുറച്ചൊക്കെ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ഒക്കെ ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് മാറ്റുക. ഒരു ഡെയിലി മീലിനെ ഇങ്ങനെയൊക്കെ മാറ്റാനാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞതാണ് റിഡക്ഷൻ ഇൻ ബോഡി വെയിറ്റ്. ഓക്കെ, റിഡക്ഷൻ ഇൻ ബോഡി വെയിറ്റ് എത്രയെങ്കിലും റിഡക്ട് ചെയ്യണം. മോർ ദാൻ 5% റിഡക്ഷൻ എങ്കിലും ചെയ്യണം. ഓക്കെ, ഹെൽത്തി ഡയറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഡയറ്റ് റിച്ച് ഇൻ പൊട്ടാസ്യം ആൻഡ് ലെസ് ഇൻ സോഡിയം. മോർ പൊട്ടാസ്യം, ലെസ് സോഡിയം. ഓക്കെ, ഇപ്പൊ നമ്മൾ സാൾട്ട് ഒക്കെ ഉപയോഗിക്കുമ്പോൾ
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സീ സാൾട്ട് ഇല്ലേ, നമ്മളെ കല്ലുപ്പ് അല്ലെങ്കിൽ നമ്മുടെ പൊടിയുപ്പൊക്കെ ഇല്ലേ, അതിലൊക്കെ സോഡിയം ക്ലോറൈഡ് ആണുള്ളത്. അതിന് പകരമായിട്ട് എനിക്ക് തോന്നുന്നു ഹിമാലയൻ സാൾട്ടുകൾ, അതിലൊക്കെ പൊട്ടാസ്യം, ഇന്ദുപ്പ്, ഇതിലൊക്കെ പൊട്ടാസ്യം ക്ലോറൈഡ് ആണുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സാൾട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൊതുവെ അയഡൈസ്ഡ് അല്ല. ഇനി അയഡൈസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സാൾട്ടുകൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയണം. ഒരു പിങ്ക് കളറിലുള്ള പിങ്ക് സാൾട്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളത് സോഡിയം ക്ലോറൈഡ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ദെൻ ഇനി അടുത്തത് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് BP ഇന്നോട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു വിത്ത് മെഡിക്കൽ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് അല്ലേ. അപ്പോ മെഡിക്കേഷൻസിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ ടു സ്റ്റാർട്ട് മെഡിക്കേഷൻസ്. മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വെൻ ടു സ്റ്റാർട്ട് ആന്റി ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ഓക്കെ, ആവറേജ് BP എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ആവറേജ് BP എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 140/90 millimeter of mercury hour. ഓക്കെ, ഓർ ആവറേജ് BP എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 130/80 plus if any of below present. Okay, അതെന്തൊക്കെയാണ്? ക്ലിനിക്കൽ കാർഡിയോവാസ്കുലർ ഡിസീസ്, MI/CAD ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രോക്ക് ഹിസ്റ്ററി ഓഫ് സ്ട്രോക്ക് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ CKD ഉള്ള ആൾക്കാർ. ഓക്കെ, ഇവർക്കൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇവരിലൊക്കെയാണ് നമ്മൾ മെഡിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ആവറേജ് BP മോർ ദാൻ 140/90 മില്ലി. ഇപ്പം BP 135/90 ഒക്കെ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 80 ഒക്കെ ആണെന്ന് വിചാരിക്കുക. ഡ്രഗ്സ് കൊടുക്കണോ? വേണ്ട. പ്രത്യേകിച്ച് അതർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസിനെ പറ്റി നോക്കാം. ഫസ്റ്റ് കാറ്റഗറി ഈസ് കോൾഡ് ആസ് ഡയോറിറ്റിക്സ്. ഡയോറിറ്റിക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തയാസൈഡ് ഡയോറിറ്റിക് ഉണ്ട്. ഓക്കെ, തയാസൈഡ് ഡയോറിറ്റിക്കിന് എക്സാമ്പിൾ എന്താണ്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പേരിൽ തന്നെ ഉണ്ടാവും ഇത്. വെരി ഗുഡ്. ദാറ്റ് ഈസ് കോമൺ ആയിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഹൈഡ്രോക്ലോറോതയാസൈഡ്. ടെൽമ H എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ല, അതിൽ H നടന്ന ഹൈഡ്രോക്ലോറോതയാസൈഡ് ആണ്. 12.5 mg ഒക്കെയാണ് ഇത് പൊതുവെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്തൊരു തയാസൈഡ് ഡയോറിറ്റിക് ഉണ്ട്, ദാറ്റ് ഈസ് ക്ലോർതാലിഡോൺ. ഓക്കെ, ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് പൊട്ടാസ്യത്തിന്റെ എക്സ്ക്രീഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഹൈപ്പോകലീമിയ ഉണ്ടാക്കും. ഓക്കെ, ഹൈപ്പോ മഗ്നീഷ്യമി ഉണ്ടാക്കും. പിന്നെ ഹൈപ്പർ യുറീസീമിയ ഉണ്ടാക്കും കേട്ടോ. എന്നുവെച്ചാൽ ഗൗട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള റിസ്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു പിന്നെ ഇലക്ട്രോലൈറ്റ് സേവ് ചെയ്യും. ഏത് ഇലക്ട്രോലൈറ്റ് ആണ് തയാസൈഡ് ഡയോറിറ്റിക് സേവ് ചെയ്യാന്നറിയോ? തയാസൈഡ് ഡയോറിറ്റിക് ഒരു ഇലക്ട്രോലൈറ്റ് സേവ് ചെയ്യും. ഏത് ഇലക്ട്രോലൈറ്റ് ആണത്? ഇതാണ് സോഡിയത്തിനെ എക്സ്ക്രീറ്റ് ചെയ്തു. ഓക്കെ, സോഡിയത്തിനാണ് മെയിൻ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കാൽസ്യം. കാൽസ്യത്തിനെയാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, കാൽസ്യത്തിനെയും സേവ് ചെയ്യും. നമ്മുടെ യൂറിക് ആസിഡ് പോലുള്ള സാധനങ്ങളെയും ഇത് സേവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ലൂപ്പ് ഡയോറിറ്റിക്സ്. ലൂപ്പ് ഡയോറിറ്റിക്സ് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. നിങ്ങൾ എല്ലാവരും മൈക്രോഫോട്ടോ? ഓക്കെ, അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിലാണ് ഇത് കൊണ്ടുപോയിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രോസിമൈഡ് അല്ലേ, അല്ലെങ്കിൽ ലാസിക്സ് നമ്മൾ വിളിക്കും. പിന്നെ ടോർസിമൈഡ്. ഓക്കെ, സൈഡ് എഫക്ട് എന്താണ്? ഇതൊരു മേജർ ആയിട്ടുള്ള സൈഡ് എഫക്ട് ഹൈപ്പോകലീമിയ ഉണ്ടാവും, ഓട്ടോടോക്സിസിറ്റി ഉണ്ടാക്കും. ഓക്കെ, ടിനിറ്റസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അത് ഹൈ ഡോസിൽ കൊടുക്കുന്ന സമയത്താണ്
നമ്മൾ 20 mg 40 mg 60 mg ഒന്നും കൊടുത്താൽ ഇത് വരില്ല. ഇനി അടുത്തതാണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോറ്റിക്സ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതില് നമ്മൾ ആൽഡോസ്റ്റിറോണിനൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ പൊട്ടാസ്യത്തിനെ സേവ് ചെയ്യുകയും അതേപോലെ തന്നെ സോഡിയത്തിന്റെയും വാട്ടറിന്റെയും ഡിസ്ക്രിപ്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്? വെരി വെൽ, ദാറ്റ് ഈസ് സ്പൈറിനോലാക്ടോൺ. സ്പൈറിനോലാക്ടോൺ. ഓക്കെ, ഇതിനെ നമ്മൾ ആൽഡക്ടോൺ എന്ന് വിളിക്കും. ആൽഡക്ടോൺ സെയിം ആണ്. ഓക്കെ, പിന്നെന്താണുള്ളത്? അമിലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഡ്രഗ് ഉണ്ട്, അമിലോറൈഡ്. ക്ലിയർ? സൈഡ് എഫക്റ്റ് ആണ് ഗൈനോകമാസ്റ്റൈൻ. ഓക്കെ, ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഗൈനോകമാസ്റ്റൈൻ മെയിൽസിൽ. ഓക്കെ, അടുത്ത കാര്യം ഇപ്പം ഡയോറിറ്റിക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. തയസൈഡിക് ലൂപ്പ് ഡയോറിറ്റിക് ആൻഡ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്. പൊതുവെ BP കുറയ്ക്കാനായിട്ട് നമ്മൾ വേറെയും ചില ഡയോറിറ്റിക്കുകളുണ്ട്. ഓസ്മോട്ടിക് ഡയോറിറ്റിക്, മാനിറ്റോൾ പോലുള്ള സാധനങ്ങൾ, അസെറ്റോസോളമൈഡ് പോലുള്ള സാധനങ്ങൾ, ഇതൊന്നും നമ്മൾ BP കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അതൊക്കെ ഡയോറിറ്റിക്കിന്റെ വേറെ കാറ്റഗറീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സാധനമാണ് അല്ലെങ്കിൽ ഡ്രഗ് ആണ് AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രഗുകളൊക്കെ അവസാനിക്കുന്നത് ഏതിലായിരിക്കും? പ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, പ്രിൽ, റാമിപ്രിൽ, എൻലാപ്രിൽ പോലുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ACE ഇൻഹിബിഷൻ. ഇത് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻഹിബിറ്റ് ദ കൺവേർഷൻ ഓഫ് ആൻജിയോടെൻസിൻ 1 to angiotensin 2. ഓക്കെ, ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആരായിരുന്നു? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആയിരുന്നു. ഇതിനെ കൊണ്ടുപോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ആൻജിയോടെൻസിൻ 1 2 ആവൂല, ആൻജിയോടെൻസിൻ 1 ആയിട്ട് തന്നെ നിൽക്കും. ഈ ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്നത് ഫിസിയോളജിക്കലി ഇനാക്റ്റീവ് ആയിട്ട് ഒരു കാര്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ കാപ്റ്റോപ്രിൽ, എൻലാപ്രിൽ, റാമിപ്രിൽ, ഇങ്ങനെയുള്ള ഡ്രഗുകളൊക്കെ. ഓക്കെ, സൈഡ് എഫക്ട് എന്ന് പറയുന്നതാണ് ഇത്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലങ്സിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നതും ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇത് ബ്ലോക്ക് ചെയ്യുന്ന എവിടെ പോയിട്ട് ബ്ലോക്ക് ചെയ്യണം? ലങ്സ് കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ചെയ്യണം. അപ്പം ബ്രാഡികൈനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ഇതിലുണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ആണ് ഈ ഒരു ബ്രാഡികൈനിൻ മൂലം ഒരു ഡ്രൈ കഫ് ഉണ്ടാക്കും. ഓക്കെ, പിന്നെ ആൻജിയോഡിമ, പ്രോട്ടീനൂറിയ കാര്യങ്ങളൊക്കെയാണ് ഡ്രൈ കപ്പ്. നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നു. ഇനി അടുത്തൊരു സംഭവമാണ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. ഓക്കെ, ARBs. ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ത്? ടാൻ. ഓക്കെ, ഓക്കെ, ടാൻ മീൻസ് എക്സാമ്പിൾ ആണ് എന്ത്? ലോസാട്ടാൻ, ടെൽമിസാട്ടാൻ, ഉൾമസാട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രഗുകൾ. ഓക്കെ, ഇത് സിമിലർ ടു ACE തന്നെയാണ്. പക്ഷെങ്കിൽ ഇതെല്ലാം എന്താ ചെയ്യുന്നത്? ഇതില് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാണ്. ആൻജിയോടെൻസിൻ 2 ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ അതിൽ ആക്ട് ചെയ്യാനുള്ള റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാണ് ARBs ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ, ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ബ്രാഡികൈനിൻ ലെവൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഡ്രൈ കഫ്. ഇത് ഡ്രൈ കഫ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലോസാട്ടാൻ, ടെൽമിസാട്ടാൻ, ഇങ്ങനെയുള്ള ഡ്രഗുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. Then first line agent in hypertension with the diabetes mellitus, heart failure, CKD. ഇതിൽ ഹൈപ്പർടെൻഷൻ വിത്ത് ഡയബറ്റിസ് മെൽലിറ്റസ്, ഹാർട്ട് ഫെയിലിയർ, CKD ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നതാണ് ARBs ആണ്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഡോണ്ട് ഗിവ് ARBs and ACEs together. ഇത് നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, രണ്ട് ആക്ഷൻസ്, രണ്ടും ഏകദേശം സിമിലർ ആക്ഷൻ ആണ്. ഒന്നിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തത് അതിനെ ബ്ലോക്ക് ചെയ്യാണ്ടിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരുമിച്ച് കൊടുക്കാനായിട്ട് പാടില്ല, എഫക്ട് കുറയും. ഇനി അടുത്താണ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ എക്സ്റ്റൻഷൻ വരുന്നതാണ് ഓൾ. ഓക്കെ, ഇതിൽ എന്താ ചെയ്യുന്നത്? ബീറ്റ 1 ബ്ലോക്കേഴ്സ് ആണ്. ബീറ്റ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഹാർട്ടിന്റെ കൺട്രാക്ഷൻ കൂട്ടും, ഹാർട്ട് റേറ്റ് കൂട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അതൊക്കെ കുറയ്ക്കും. ഓക്കെ, സിമ്പത്തറ്റിക് റെസ്പോൺസുകൾ കുറയ്ക്കും. അപ്പം BP കുറയും, ഹാർട്ട് റേറ്റ് കുറയും, കാർഡിയക് ആക്ടിവിറ്റികളൊക്കെ കുറച്ചൊന്ന് കുറയും. ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് എന്ത്? സൈഡ് എഫക്ട് എന്ന് പറയുന്നതാണ് ഇത് ബീറ്റ 1 മാത്രമല്ല ആക്ട് ചെയ്യാം, ബീറ്റ 2 ചിലപ്പം ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഒക്കെ വരാം. അപ്പൊ ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നതാണ് ആസ്മ, പിന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കും. പിന്നെ ഹാർട്ട് റേറ്റ് കുറച്ച് ചിലപ്പം ബ്രാഡികാർഡിയ ആയി പോവാം. AV കണ്ടക്ഷൻ കുറക്കുന്ന സമയത്ത് ബ്രാഡികാർഡിയ ആവാം. അപ്പൊ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ പ്രൊപ്പനോൾ, പിന്നെ എന്തൊക്കെയാണ്? മെറ്റോപ്രലോൾ, അറ്റിനലോൾ,
ഇങ്ങനെയുള്ള ഡ്രഗുകളൊക്കെ. ഓക്കെ, അടുത്ത ഡ്രഗാണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഇതിന് എക്സ്റ്റൻഷൻ ആണെന്ത്, നമ്മുടെ പിൻ. ഓക്കെ, എക്സാമ്പിൾ ആണ് അംലോഡിപ്പിൻ, ഡിഫിഡിപ്പിൻ, സില്ലിഡിപ്പിൻ, ഓക്കെ, വെറാപാമിൽ, ഡിൽറ്റിയാസം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്രഗുകൾ. ഏതൊക്കെയാണ് എക്സാമ്പിൾ? അംലോഡിപ്പിൻ, ഡിഫിഡിപ്പിൻ, സില്ലിഡിപ്പിൻ. പിന്നെ രണ്ട് ഡ്രഗുകൾ ഈ പിൻ വരാത്തയാണ്, അതാണ് ഡിൽറ്റിയാസം ആൻഡ് വെറാപാമിൽ. ഓക്കെ, ഇനി സൈഡ് എഫക്ട് എന്താണ്? സൈഡ് എഫക്ട് എന്ന് പറയുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ സെല്ലുലർ കാൽസ്യത്തിന് ഇൻട്രാ സെല്ലുലറിലേക്ക് പോവാതിരിക്കാനായിട്ട് ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കൂല, നമുക്ക് നമ്മുടെ വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കില്ല, വാസോ ഡയലറ്റേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു എവരിവൺ, ഹാവ് എ നൈസ് ഡേ.